ആരോപണത്തിലും തകരാതെ വീഴാതെ മുറിയാതെ ആദർശ കോട്ടകൾ ശക്തി പകരുന്ന കവലാൾ ബഹുമാന്യനായ സത്താർ പന്തലൂർ ഈ വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. നിലപാടുകളുടെ നായക, സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വൽ ഫായിസിൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഈ മഹാസമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യരായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, വേദിയിലെ ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, കണ്ണൂർ ജില്ലയിലെ സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ സംഘടനാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, SKSSFൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആദർശം അമാനത്താണ് എന്ന വളരെ ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആദർശ സമ്മേളനങ്ങൾ കഴിഞ്ഞ 3 മാസക്കാലമായി നമ്മുടെ സംസ്ഥാനത്തും സംഘടനയുടെ സാന്നിധ്യമുള്ള അയൽ സംസ്ഥാനങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 28-ാം തീയതിയോടുകൂടി കാസർഗോഡ് വെച്ച് ഈ ക്യാമ്പയിൻ സമാപിക്കുകയാണ്. ആദർശ ക്യാമ്പയിനുകൾ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. ഓരോ വർഷവും, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒന്നിടവിട്ട വർഷങ്ങളിലെങ്കിലും അതാത് കാലത്തെ ആദർശ സംബന്ധിയായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ സംഘടന ക്യാമ്പയിൻ നടത്തൽ ഒരു പതിവ് രീതിയാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വളരെ ആവേശത്തോടുകൂടി നമ്മുടെ സഹപ്രവർത്തകർ ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും വളരെ വിജയകരമായി പര്യവസാനിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ പതിവ് രീതി. മാത്രമല്ല, ആദർശ ക്യാമ്പയിൻ പല രീതിയിലും അത് തുടരാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലരും നടത്തി. എന്നാൽ നമ്മുടെ സംഘടനയുടെ ഒരു പ്രഖ്യാപിത ആശയമാണ്, അതിൻ്റെ ഭരണഘടനയിൽ പറഞ്ഞ കാര്യമാണ്, അതിനു വേണ്ടിയാണ് സംഘടന പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആദരണീയരായ ഉസ്താദുമാരുടെ ആശീർവാദത്തോടുകൂടി വളരെ ധീരമായി ഈ ക്യാമ്പയിനുമായിട്ട് നമ്മുടെ സംഘടന മുന്നോട്ട് പോവുകയാണ്. ഈ ക്യാമ്പയിനുമായിട്ട് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇത് സംബന്ധമായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും നേതാക്കളും ഈ ക്യാമ്പയിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ എവിടെയും സമസ്തയെ വിമർശിക്കാറില്ല. ഞങ്ങൾ സമസ്തയെക്കുറിച്ചോ അതിൻ്റെ പോഷക സംഘടനകളെക്കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ആശയപരമായി പോലും ഞങ്ങൾ സമസ്തയെ വിമർശിക്കാറില്ല. പിന്നെന്തിനാണ് നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുന്നത്? അതിനോട് ചേർത്ത് പറയുന്നൊരു കാര്യം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം CPM-നാണ് ലഭിക്കുക. അപ്പം അതുകൊണ്ട് സമസ്തയുടെ വേദികൾ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചാൽ അത് CPM-നെ സഹായിക്കാനാണ്.
അപ്പൊ CPM സഹായിക്കാൻ വേണ്ടി സമസ്ത അല്ലെങ്കിൽ SKSFന്റെ ആദർശ സമ്മേളനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നു എന്ന അത്തരമൊരു പുതിയ വ്യാഖ്യാനം നൽകിയിട്ട് ജമാഅത്ത് വിമർശനത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് പുറത്തു വന്ന ഒരു പുതിയ വാർത്ത നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടു. KNMന്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിനും നമ്മുടെ ക്യാമ്പയിൻ അവരുടെ സംഘടനക്ക് അത് കൃത്യമായിട്ട് കൊണ്ടു എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. സമസ്തയുടെ ആദർശ സമ്മേളനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആരോപണ പ്രത്യാരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈബറിടങ്ങളിലും മറ്റുമൊക്കെ പരസ്പരം തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ദയനീയമായിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. പറയുന്ന കേട്ടാത്തൊന്നും ഇവിടെ ഏറ്റവും സഭ്യമായ ഭാഷയിൽ ആരോപണ പ്രത്യാരോപണം ഉന്നയിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ മുജാഹിദ് ഗ്രൂപ്പുകൾ എന്ന് തോന്നിപ്പോകും. മുജാഹിദ് ഗ്രൂപ്പുകൾ, അതിൽ ജിന്നിന്റെ വിഭാഗമുണ്ട്, ഇൻസിന്റെ വിഭാഗമുണ്ട്, പല കൂട്ടരുമുണ്ട്. ഇവരൊക്കെ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും പ്രസംഗങ്ങളും വിശദീകരണങ്ങളും കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ അമ്മ പോലും തോറ്റുപോകും. അവരാണ് നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ വേദിയിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ പോലും സഭ്യേതരമായ ഭാഷയിൽ ഇത്തരം പ്രചാരണങ്ങൾ നടത്താനോ പ്രസംഗങ്ങൾ നടത്താനോ ഞങ്ങളെ നേതാക്കൾ ഞങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, അവർ നിശ്ചയിക്കപ്പെട്ട അതിർവരമ്പുകൾക്കകത്തു വെച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ സംഘടനയുടെ നേതാക്കളും പ്രഭാഷകരും ഒക്കെ സംസാരിക്കുകയുള്ളൂ. അതിന് വിരുദ്ധമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആശയ പ്രചരണങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹത്തിനിടയിൽ പല രീതിയിൽ സമസ്ത കേരള ജമിയത്തുലമയെ, അതിന്റെ പ്രവർത്തനങ്ങളെ, അതിന്റെ പ്രസ്ഥാന സംവിധാനങ്ങളെ, സംരംഭങ്ങളെ ഒക്കെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കിടയിൽ അതിന്റെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സംഘടനാപരമായ ഒരു ഉത്തരവാദിത്വം നമ്മുടെ സംഘടനക്കുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ മതസംഘടനകൾക്കിടയിൽ എന്താണ് അഭിപ്രായ വ്യത്യാസം? ആശയപരമായ കാര്യങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായ സംവാദങ്ങളിലൂടെ, മറുപടികളിലൂടെ, ഖണ്ഡന പ്രസംഗങ്ങളിലൂടെ, ഖണ്ഡനങ്ങളിലൂടെ ഒക്കെ നമ്മുടെ പണ്ഡിതന്മാർ പ്രാമാണികമായിട്ട് തന്നെ ആ ദൗത്യം ഇവിടെ കൃത്യമായിട്ട് നിർവഹിക്കാറുണ്ട്. അത് സമൂഹത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ ഇന്നേ വരെ ഇവിടുത്തെ ഒരു ബിദഅി പ്രസ്ഥാനത്തിനും സാധ്യമായിട്ടില്ല. അപ്പൊ അവർ പുതിയ ഒരു നീക്കവുമായിട്ട് ഈ പറഞ്ഞ് തിരിച്ചിരിക്കുകയാണ്. ഈ ആദർശ സമ്മേളനങ്ങളൊക്കെ നമ്മുടെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമല്ലേ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ അതാണല്ലോ പറയാൻ എളുപ്പം, മോഡി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. മോഡിയേക്കാൾ വലിയ ഭീകരരായ ഭരണാധികാരികളായിരുന്നു ബ്രിട്ടീഷുകാർ. ആ ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമസ്ത ഉണ്ടാക്കിയത് തന്നെ. ആ ബ്രിട്ടീഷുകാരുടെ കാലത്തേക്കാളൊക്കെ വലിയ സ്വാതന്ത്ര്യം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം മോദിയുടെ ഭരണം അത്ര ഗുണകരമാണെന്നൊന്നുമല്ല ഈ പറഞ്ഞതിന്റെ താല്പര്യം. നാട് ആര് ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ എന്ത് ഭീഷണി നിലനിൽക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം വിശ്വാസപരമായി, കർമ്മപരമായി ഈ സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന മാർഗദർശനം നൽകേണ്ട ഉത്തരവാദിത്വം ബഹുമാന്യരായ പണ്ഡിതന്മാർ നിർവഹിക്കും. അത് മതത്തിന്റെ പേരിൽ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും അവരുടെ വിശ്വാസം പോലും അപകടപ്പെടുത്തുന്ന വികലമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ ശരിതെറ്റുകൾ സ്വാഭാവികമായിട്ട് ഇവിടെ പറയപ്പെടും, വിശദീകരിക്കും, സമുദായത്തെ ബോധവൽക്കരിക്കും. അത് സമുദായത്തിൽ അനൈക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ഇപ്പോ KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യം, അവിടെ വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പ്രസംഗിച്ചതാണ് എന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളാകെ ബേജാറായതുകൊണ്ടല്ല ഈ പറയുന്നത്. പക്ഷേ ഇവിടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ നല്ല പിള്ള ചമഞ്ഞ് ഞങ്ങൾ വലിയ ഐക്യത്തിന്റെ ആളുകൾ, ഞങ്ങൾ വലിയ സൗഹൃദത്തിന്റെ ആളുകൾ, ഞങ്ങൾ ഈ നാടിന്റെയും ചുറ്റുപാടൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം പ്രബോധനം നിർവഹിക്കുന്ന ആളുകൾ
എന്ന രീതിയിൽ മാന്യന്മാരായി ചമഞ്ഞുകൊണ്ട് ഇവിടെ ഐക്യത്തിന്റെ വാഹകർ അവരും നമ്മളൊക്കെ ഭിന്നിപ്പിന്റെ ആളുകളുമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. KNMന്റെ ഔദ്യോഗികമായ സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിലെ വളവന്നൂർ അൻസാർ. KNMന്റെ ഔദ്യോഗിക സ്ഥാപനമാണ് വളവന്നൂർ അൻസാർ. ആ അൻസാറിലെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു ഷംസുദ്ദീൻ പാലത്ത്. അദ്ദേഹം മുജാഹിദ് വിഭാഗത്തിന്റെ പ്രമുഖനായ പ്രഭാഷകനായിരുന്നു. ഇന്ന് അദ്ദേഹം അവരുടെ വേദികളിലില്ല. എന്തുകൊണ്ട് വേദികളിലില്ല എന്നത് ഞാനൊരു പൊതുവേദിയിൽ പറയുന്നില്ല. സംഘടനാപരമായ കാര്യങ്ങളല്ല എന്നർത്ഥം. ഇവിടെ ഐക്യത്തിന്റെ ആളുകളായി, സൗഹൃദത്തിന്റെ ആളുകളായി, മതസൗഹാർദ്ദത്തിന്റെ ആളുകളായി പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ മതേതരത്വം ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതിന്റെ തലതൊട്ടപ്പനാണ് ഈ സാക്ഷാൽ TP അബ്ദുൽ കോയ മദനി. എന്നാൽ അവരുടെ പ്രമുഖനായ പ്രഭാഷകൻ, ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വ്യക്തി, അവരുടെ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർ ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഘട്ടത്തിൽ എന്തു സമീപനം സ്വീകരിക്കണം, മറ്റു സഹോദര സമുദായങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് ഒരു പ്രഭാഷണം നിർവഹിക്കുകയുണ്ടായി. ഒരു പ്രഭാഷണമല്ല, പല ക്ലാസ്സുകളും അങ്ങനെ നടത്തിയിട്ടുണ്ട്. ആ ക്ലാസ്സുകളിൽ ഒന്ന് അത്തരമൊരു പ്രഭാഷണം പുറത്തു വന്നു. ആ പ്രഭാഷണം ഇവിടുത്തെ അന്വേഷണ ഏജൻസികളുടെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കേരള പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്ന് മാത്രമല്ല, UAPA അടക്കം ചുമത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തിൽ ഐക്യമുണ്ടാക്കുന്ന ആളുകൾ, ഞങ്ങളൊക്കെ പാണക്കാട് തങ്ങന്മാരെ എതിർക്കുന്ന ആളുകൾ, അവർ പാണക്കാട് തങ്ങളെ ബഹുമാനിക്കുന്ന ആളുകൾ എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മുജാഹിദ് പ്രഭാഷകന്റെ ആ പ്രഭാഷണത്തിൽ ഏതാനും ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആരാണ് ഇവിടെ സാമുദായിക സൗഹാർദ്ദം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കണമല്ലോ. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങൾ: ഒന്ന്, അമുസ്ലിങ്ങളുടെ നാട്ടിൽ സ്ഥിരതാമസം പാടില്ല. കേരളത്തിൽ പ്രസംഗിച്ചതാണ്. രണ്ടാമത്തത്, അമുസ്ലിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് ഹിജറ പോകണം. അമുസ്ലിങ്ങളുടെ നാട്ടിലേക്ക് ടൂർ പോകാൻ പാടില്ല. അമുസ്ലിങ്ങളുടെ മാർഗനിർദ്ദേശം സ്വീകരിച്ചുകൂടാ. മുസ്ലിങ്ങളുടേതല്ലാത്ത കലണ്ടറുകൾ ഒരു കാര്യത്തിലും സ്വീകരിച്ചുകൂടാ. ഇവിടെയുള്ള ജന്മദിനങ്ങളോടും ജയന്തികളോടും ഒരു വിധത്തിലും സഹകരിക്കാനേ പാടില്ല. ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരം അല്ലാത്തവയുടെ നന്മ എടുത്തു പറയരുത്. മുസ്ലിം രാജ്യവും അമുസ്ലിം രാജ്യവും തമ്മിൽ യുദ്ധമുണ്ടായാൽ ദേശീയതയുടെ പേരിൽ നാം അമുസ്ലിം രാജ്യത്തോടൊപ്പം നിൽക്കരുത്. ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും ഉള്ള വഴി ഒരു ബോർഡിൽ അടയാളപ്പെടുത്താൻ അനുവദിക്കരുത്. സർക്കാർ തന്നെ ഇത് ചെയ്യുകയാണെങ്കിലും നാം മായ്ച്ചു കളയണം. പുറത്തു പോകുമ്പോൾ വീടിന്റെ താക്കോൽ അമുസ്ലിം അയൽവാസിയെ ഏൽപ്പിച്ചുകൂടാ. അമുസ്ലിങ്ങളുമായുള്ള കച്ചവട ബന്ധങ്ങൾ പരമാവധി ഒഴിവാക്കണം. അതുതന്നെ കേവല വ്യവഹാരം എന്നതിലപ്പുറം വളരാൻ പാടില്ല. അമുസ്ലിങ്ങൾക്ക് വഴി കൊടുക്കരുത്. മലപ്പുറത്ത് ജോലി ചെയ്ത ഒരു അമുസ്ലിം തിരിച്ചു പോകുമ്പോൾ എന്നോട് ഏറ്റവും നന്നായി പെരുമാറുകയും വാരിക്കോരി സ്നേഹം നൽകുകയും ചെയ്തവരാണ് ഇന്നാട്ടുകാർ എന്ന് പറയാൻ ഇടവരരുത്. ഈ പ്രസംഗിച്ച ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ നിങ്ങളെ മുമ്പ് ഇത് വായിച്ചു കേൾപ്പിച്ചു, ഇതിനെക്കുറിച്ച് നാളെ എന്താ പറയുന്നറിയോ? ഈ കാലത്ത് ഇങ്ങനൊക്കെ ഒരു പൊതുവേദി പറയാൻ പാടുണ്ടോ? നമുക്കിതൊന്നും പറയാൻ പാടില്ല. ഇവർക്ക് എന്ത് പറയാം? ഇവർക്ക് സമസ്ത സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു, സമസ്ത ഇവിടെ ചേരിപ്പോരുണ്ടാക്കുന്നു, സമസ്ത മോദി കാലത്ത് ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഇനി വേറൊന്ന് ചോദിക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്കറിയാമല്ലോ, അതിന്റെ 100ാം വാർഷിക ആഘോഷം പ്രഖ്യാപിക്കപ്പെട്ട സന്ദർഭമാണ്. ഈ 100 കൊല്ലത്തിനിടയിൽ മതത്തിന്റെ പേരിൽ കേരളത്തിൽ രംഗത്ത് വന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളെ കുറിച്ച്, ആശയപ്രചാരകരെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച്, സംഘടനകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ചെല്ലാം സമസ്ത അത് സംബന്ധമായ ശരിതെറ്റുകൾ കൃത്യമായി സമുദായത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്.
ഏത് ആശയങ്ങൾ കടന്നു വന്നാലും വരുമ്പോഴേക്ക് തീരുമാനമെടുക്കൊന്നുമില്ല. ചിലപ്പോൾ 1, 2, 4 വർഷമൊക്കെ കഴിയും. പക്ഷേ വിശ്വാസികൾ ആ ആശയത്തോട്, ആ സംഘടനയോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്ന് കൃത്യമായിട്ട് പറയും. പക്ഷെ ഒരു മുസ്ലിം സംഘടനയെ കുറിച്ച് സമസ്ത തീരുമാനമെടുത്തിടത്തും അവർ കാഫിറുകളാണ് എന്ന് സമസ്ത കേരള ജമിയത്തിന് പ്രഖ്യാപിച്ചിട്ടില്ല. മുസ്ലിങ്ങളല്ലാത്ത ഖാദിയാനികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു മുസ്ലിം സംഘടനയെ കുറിച്ച് ഷിർക്കും കുഫറും സമസ്ത കേരള ജമിയത്തിലും ആരോപിച്ചിട്ടില്ല. സമസ്ത പറയാറുണ്ട്, ആശയപരമായി അവർക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, അവർ പിഴച്ച വിഭാഗമാണ്, അവർ ബിദഅി ആശയക്കാരാണ്, അത് കള്ളത്തൊരീക്കത്താണ്, മുസ്ലിം സമുദായം അതിനെ പിന്തുടരാൻ പാടില്ല. അതിനപ്പുറം അവർക്കെതിരെ ഷിർക്കോ കുഫറോ പോലുള്ള ഗുരുതരമായ ആരോപണം സമസ്ത കേരള ജമിയത്തുലമ ഒരു സംഘടനക്കെതിരെയും ആരോപിച്ചിട്ടില്ല. എന്നാ തിരിച്ചോ, ഈ സൗഹൃദം ഉണ്ടാക്കുന്ന ആളുകൾ തിരിച്ചോ, നിങ്ങളെ ജില്ലക്കാരനല്ലേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരസ്യമായിട്ട് പ്രസംഗിച്ചത്? KNMന്റെ ഔദ്യോഗിക വേദികളിലെ പ്രഭാഷകനായിരുന്നല്ലോ. എന്താ പറഞ്ഞത്? കുത്തുബിയത്ത് നടത്തുന്ന പള്ളി അമ്പലമായിരിക്കും, ആ പള്ളിയിലെ ഇമാം പൂജാരിയായിരിക്കും. ഈ സമുദായത്തിനെതിരെ കുഫർ ആരോപിച്ചത് ആരാണ്? സമസ്തയാണോ? നിങ്ങളാണോ ഇവിടെ സൗഹാർദ്ദം പറയുന്നത്? നിങ്ങളാണോ ഇവിടെ മുസ്ലിം സമുദായത്തിന് ഐക്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ അതിന്റെ പോഷക സംഘടനകൾ ഞങ്ങളുടെ പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കും. അതിനിവിടെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് സ്വാതന്ത്ര്യം നൽകുന്ന ആ സ്വാതന്ത്ര്യം അനുസരിച്ചാണ് ഇവിടുത്തെ പ്രചാരണങ്ങളും പ്രബോധനവും നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തോട് ഇവരുടെ സമീപനം എന്താണ്? മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ തവസ്സുലും ഇസ്തിഗാസയും മുറുക്കും മന്ത്രവും അനുസരിച്ച് സുന്നി ആചാര അനുഷ്ഠാന ക്രമം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ മുസ്ലിങ്ങളായിട്ട് ഇവർ അംഗീകരിക്കുന്നുണ്ടോ? അവർ ശിർക്ക് ചെയ്യുന്നവര് എന്നല്ലേ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇവർക്ക് എങ്ങനെയാണ് സമുദായത്തിൽ ഐക്യത്തെ കുറിച്ച് പറയാൻ സാധിക്കുക? ഇവർക്ക് എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് ഉത്ബോധിപ്പിക്കാൻ കഴിയുക? അപ്പൊ സ്വാഭാവികമായിട്ട് മുസ്ലിം സമുദായത്തിനകത്ത് സമസ്ത കേരള ജമിയത്തുലമ എവിടെയും ഭിന്നിപ്പുണ്ടാക്കാൻ പോയിട്ടില്ല. സമസ്ത കേരള ജമിയത്തുലമ എവിടെയും അനൈക്യമുണ്ടാക്കാൻ പോയിട്ടില്ല. സമസ്ത കേരള ജമിയത്തുലമ ഒരു അസ്വാരസ്യം സൃഷ്ടിക്കാനും എവിടെയും പോയിട്ടില്ല. മുജാഹിദിനെ വിമർശിക്കാറുണ്ട്, ജമാഅത്തെ ഇസ്ലാം വിമർശിക്കാറുണ്ട്, തബ്ലീഗ് ജമാഅത്തിനെ വിമർശിക്കാറുണ്ട്, ഇതേപോലെയുള്ള ബിദഅി പ്രസ്ഥാനങ്ങളെയും അവാന്തര വിഭാഗങ്ങളെയൊക്കെ വിമർശിക്കാറുണ്ട്. അതിന് ആശയപരമായ കാരണങ്ങൾ ഉണ്ടാകാം, സംഘടനാപരമായ കാരണങ്ങൾ ഉണ്ടാകാം. ഞങ്ങൾ വിമർശിക്കുന്നതിന്റെ ന്യായാന്യായങ്ങൾ ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കാറുണ്ട്. അതിനെ തിരിച്ചാർക്കെങ്കിലും വിമർശിക്കുന്നതിനോട് നമുക്ക് യാതൊരു വിരോധവുമില്ല. അവർക്ക് അവരുടെ വേദി വെച്ചുകൊണ്ട് അവരുടെ ഭാഷയും ശൈലിയും അനുസരിച്ചുകൊണ്ട് വിമർശിക്കാം, വിശദീകരിക്കാം. പക്ഷേ ദുരാരോപണം ഉന്നയിക്കാൻ പാടില്ല. മുസ്ലിം ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്ത സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുലമ. നമുക്കറിയാം 1980-കളിൽ ശരീഅത്ത് വിവാദക്കാലത്ത് ബിദഅി പ്രസ്ഥാനങ്ങളുമായി ഒരുമിച്ചിരിക്കുന്ന കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. കാരണം എന്താണ്? ബിദഅി പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്തണം, അവരുമായിട്ട് അകലം പാലിക്കണം എന്നുള്ളത് സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാരുടെ നിർബന്ധിതമായിട്ടുള്ള ലിഖിതമായ നിയമവും കാഴ്ചപ്പാടുമാണ്. അത് മുസ്ലിം ഐക്യത്തിനെതിരായത് കൊണ്ടല്ല, ഈ അപകടകരമായ ആശയം പേറി നടക്കുന്നവരുമായിട്ട് അകലം പാലിക്കണം, അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നതുകൊണ്ടാണ്. ബിദഅി പ്രസ്ഥാനങ്ങളുമായി അകലം പാലിക്കണം. തർക്കുൽ മുവാലാത്ത് അടക്കം പ്രഖ്യാപിക്കപ്പെട്ട നാടാണിത്. ബിദഅി പ്രസ്ഥാനങ്ങളുമായിട്ട് അകലം പാലിക്കണം എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയാറുണ്ട്. ആ സമീപനത്തിൽ ഇന്നും മാറ്റമൊന്നുമില്ല. പക്ഷെ സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ വരുമ്പോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകളും സമരങ്ങളും മറ്റൊക്കെ നടക്കുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിക്കാവുന്ന ഇത്തരം കാര്യങ്ങളിൽ അതിനുവേണ്ടി മാത്രം ഒന്ന് കൂടിയിരിക്കുക, അതിനുവേണ്ടി മാത്രം ഒന്ന് ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുക എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുലമ അതിനെ പിന്തുണക്കാരും പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. അതിന്റെ കാരണം എന്താണ്?
മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി യോജിച്ചു നിൽക്കണം എന്ന താല്പര്യം കൊണ്ടാണ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഒരിടത്ത് കൂടാൻ പാടില്ല, ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല, ഒരിടത്ത് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പരസ്പരം വേദി പങ്കിടില്ല. മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് പറയാണ് ഇവർ പരസ്പരം വേദി പങ്കിടില്ല, ഒരു വേദി പങ്കെടുക്കാൻ പാടില്ല, ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല, അതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കുകയാണ് എന്നാണ്. കേരളത്തിൽ മുജാഹിദ് വിഭാഗം 8 ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. നിങ്ങൾ 8 ഗ്രൂപ്പ് ഒരു വേദിയിൽ ഒന്ന് കാണിച്ചു തരുമോ? നിങ്ങൾ ഐക്യം നടത്തുന്ന ആളുകളാണല്ലോ, സമുദായത്തിൽ ഐക്യത്തിന്റെ ആളുകളാണല്ലോ. നിങ്ങൾ 8 ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. ഈ 8 ഗ്രൂപ്പുകൾ അടിസ്ഥാനപരമായി നിങ്ങൾ തമ്മിലുള്ള ആശയപരമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊക്കെ ഒരേ വഴിയിലൂടെ കടന്നു വന്നവരാണ്. ഈ 8 ഗ്രൂപ്പുകളുള്ള മുജാഹിദ് സംഘടനകൾ ഒരു വേദിയിൽ ഇരുന്നിട്ടൊന്ന് കാണിച്ചു തരുമോ? ഐക്യം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനൊന്നും കഴിയാത്ത ആളുകൾ ഇവിടെ ഐക്യത്തിനു വേണ്ടിയിട്ടും സമുദായത്തിന്റെ ഒരുമക്ക് വേണ്ടിയിട്ടും സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുമിച്ച് നിൽക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരാരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശയപരമായി ഒരടിത്തറയുമില്ലാത്ത ആശയപരമായ തികഞ്ഞ പാപ്പരത്വത്തിലേക്ക് എത്തിപ്പെട്ട അവസ്ഥയിലാണ് ഈ മുജാഹിദ് സംഘടനകൾ ഉള്ളത് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. എന്താ മുജാഹിദിന് നമ്മളുടെ അഭിപ്രായ വ്യത്യാസം? കേരളത്തിൽ നിന്ന് മുജാഹിദ് സംഘടനകൾ പടർന്ന് 8 ഗ്രൂപ്പുകളാണ് നിലവിൽ. പിന്നെ ഈ 8 ഗ്രൂപ്പിലും പെടാത്ത സ്വന്തമായി ചില തീരുമാനം എടുത്തുകൊണ്ട് മാറി നിന്ന് മൗനം പാലിക്കുന്ന ആളുകൾ വേറെയും ഉണ്ട്. അറിയപ്പെടുന്ന 8 ഗ്രൂപ്പുകളാ. എന്താ അവര് തമ്മിലുള്ള തർക്കം? ഇവര് തമ്മിലുള്ള തർക്കം എന്താണ്? ഒരു കൂട്ടർ പറയാൻ അവരുടെ ആശയം അനുസരിച്ചുകൊണ്ട് പിന്തുടർന്നു വരുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് തൗഹീദും ഷിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ വ്യാഖ്യാനത്തിന്റെ കസർത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ ഈ തൗഹീദിന്റെ നിർവചനം പറയുന്നിടത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി. ഈ തർക്ക അവസാനം എവിടെ എത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 5 വർഷം കൂടുമ്പോഴും തൗഹീദിന്റെ നിർവചനം പുതുക്കി നിശ്ചയിക്കുന്നിടത്തേക്ക് എത്തി. നിങ്ങൾ ആലോചിക്കണം, ഓരോ 5 വർഷം കൂടുമ്പോഴും ജനറൽ ബോഡി പുതുക്കി നിശ്ചയിക്കുകയല്ല, പ്രസിഡന്റും സെക്രട്ടറിയും മാറുന്നതല്ല, തൗഹീദിന്റെ നിർവചനം പുതുക്കി നിശ്ചയിക്കുന്നിടത്ത് മുജാഹിദ് പ്രസ്ഥാനം എത്തി. അതിനിടയിൽ വേറെ കൂട്ടർ വന്നിട്ട് പറയാണ് സംഘടന തന്നെ വേണ്ട. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ സംഘടന ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് സംഘടന തന്നെ പാടില്ല. സംഘടന പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു സംഘടന ഉണ്ടാക്കി. ഇതൊക്കെ നമ്മൾ മുജാഹിദ് വിഭാഗത്തിന്റെ വിഭാഗീയതയിൽ കണ്ട കാര്യങ്ങളല്ലേ? എന്നിട്ട് ഇത്ര ആദർശ തീവ്രത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദ്, ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ, ആ കൂട്ടത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട മേധാവിയാണല്ലോ ഇന്ന് ഈ പ്രസ്താവന ഇറക്കിയിട്ടുള്ള ബഹുമാനായ TP അബ്ദുൽ മദനി. ഈ TP അബ്ദുൽ മദനിയുടെ ആദർശ വിശുദ്ധിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹം വഖഫ് ബോർഡ് മെമ്പറായിരുന്നു. ഇവർക്കൊക്കെ എത്രത്തോളം ആദർശപരമായ കാര്യത്തിൽ ആ ഒരു താല്പര്യവും വിശുദ്ധിയും ഉണ്ട് എന്ന് തിരിച്ചറിയണമല്ലോ. അദ്ദേഹം ഏതെങ്കിലും മുത്തവല്ലി മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചതാണോ? അല്ല. ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിലൂടെ സർക്കാർ സർവീസിലിരിക്കെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണോ? അതുമല്ല. എന്നാൽ സംഘടനാപരമായ പ്രാതിനിധ്യം നോക്കുന്ന സമയത്ത്, എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തു നോക്കുന്ന സമയത്ത് ഈ വിഭാഗത്തിന് ഒരു പ്രാതിനിധ്യം കൊടുക്കാൻ പിന്നെ അവിടെ സീറ്റില്ല. വഖഫ് ബോർഡിലൊക്കെ നിശ്ചിത ആളുകൾ ഉണ്ടാകാൻ പാടുള്ളൂ, അതിന്റെ റൂൾസ് ഉണ്ട്, അതനുസരിച്ചുള്ള ആളുകളെ ചേർക്കാൻ പാടുള്ളൂ. അവസാനം വഖഫ് ബോർഡിൽ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു. ആ സീറ്റ് ഷിയ വിഭാഗത്തിന്റെ സീറ്റാണ്. ഷിയാക്കൾ കാര്യമായിട്ട് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് വഖഫ് ബോർഡിലേക്ക് ഷിയ വിഭാഗത്തിന് പ്രതിനിധി ഉണ്ടായില്ല. ഇദ്ദേഹം പറഞ്ഞു എനിക്കത് മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷിയ വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട് കേരളത്തിൽ വഖഫ് ബോർഡിൽ കൊല്ലങ്ങളോളം ഇരുന്ന ആളാണ്. ആ ആളാണ് ഇപ്പൊ ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഉപദേശിക്കാൻ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇതേപോലെ ഓരോന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും.
അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പദ്ധതി, അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഭരണഘടനയിൽ പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭരണഘടനയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിക്കുക. അത് അതിൻ്റെ ഭരണഘടനയിലെ 1ാമത്തെ വകുപ്പാണ്. 100 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 2, ആ ആശയത്തിനെതിരായിട്ടുള്ള ആശയ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അതിനെ നിയമവിധേയമായിട്ട് പ്രചരിപ്പിക്കും, പ്രതിരോധിക്കും. ഇതൊക്കെ അതിൻ്റെ ഭരണഘടനാനുസൃതമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. വേറെ പുതിയൊരു ആരോപണമായിട്ട് വന്നത് എന്താണ്? ഇവർ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു. ആര്? സമസ്ത. സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു. ഈ സമുദായത്തിന്റെ എല്ലാ പുരോഗതിക്കും എതിരുണ്ടായിരുന്ന ആളാണ്. വാദത്തിനു വേണ്ടി സമ്മതിക്കാം, സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരുള്ള ആളുകൾ, ഇവർ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച ആളുകൾ. പെൺകുട്ടികളുടെ മതവിദ്യാഭ്യാസം ഉൾപ്പെടെ നൽകപ്പെടുന്നതിനു വേണ്ടി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എത്ര വനിതാ സ്ഥാപനം നടത്തുന്നുണ്ട്? അവർ പറയട്ടെ, അവര് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്, നമ്മൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എതിര് നിൽക്കുന്ന ആളുകളാണ്. മുജാഹിദിന് ഏത് ഗ്രൂപ്പിനും പറയാം, പെൺകുട്ടികളെ മദ്രസ നടത്താനല്ല ഞാൻ പറഞ്ഞു കേട്ടോ, മദ്രസ എല്ലാവരും നടത്തുന്നുണ്ടാവും. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ, അവർക്ക് മതവിദ്യാഭ്യാസം നൽകാൻ, അതിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നൽകാൻ അത്തരത്തിലുള്ള എത്ര വനിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ മുജാഹിദ് സംഘടന നടത്തുന്നുണ്ട്? അറബി ഭാഷ പഠിക്കുന്ന കുറച്ച് അഫ്ദുൽ ഉലമ കോളേജ് ഉണ്ടാവാം, അതോടൊന്നും അടിസ്ഥാനപരമായിട്ട് മതവിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംവിധാനം ഉണ്ടാകില്ല. പക്ഷെ എന്നാലും അതിനും പരിധിയുണ്ട്, കണക്കുണ്ട്. എന്നാൽ വനിതാ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്നു, വനിതാ വിദ്യാഭ്യാസത്തിനെതിരാണ് സമസ്ത എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അവർ തിരിച്ചറിയേണ്ടത്, വനിതാ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഒരു സ്ഥാപനം പോലും നടത്തുന്നില്ല. ഒരു സ്ഥാപനം പോലും ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയാണ് പറയുന്നത്. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ലഭ്യമാക്കാൻ ഉപരിപഠന സംവിധാനത്തോടു കൂടിയുള്ള ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനം പോലും പെൺകുട്ടികൾക്ക് നടത്താത്ത സംഘടനാ സംവിധാനമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. എന്നാൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന 2 വനിതാ വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ്. ഒന്ന് ഫാദില സംവിധാനവും ഒന്ന് SNECയുടെ ഷീ സ്ട്രീമും. ഈ 2 സംവിധാനത്തിലൂടെ മാത്രം 130 വനിതാ സ്ഥാപനങ്ങൾ കേരളത്തിൽ നടത്തുന്നുണ്ട് സമസ്ത. 130 വനിതാ സ്ഥാപനങ്ങൾ, അത് സമസ്ത നേരിട്ട് നടത്തുന്നതാണ്. ദാൽഹുദയുടെ മഹദിയ കോഴ്സ് 50ഓളം സ്ഥാപനങ്ങളുണ്ട്. സമസ്തയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെ 130 വനിതാ സ്ഥാപനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയുടെ ആശീർവാദത്തോടു കൂടി അതിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് അതേപോലെ മറ്റു വനിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാൻ, സമസ്ത വനിതാ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്നു. ഇസ്ലാമിക ശരീഅത്തിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി അതിന്റെ പരിധികൾക്കകത്തു നിന്നുകൊണ്ട് ആൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം നോക്കിയാൽ സമസ്തയോളം ഇവിടുത്തെ ഒരു മതസംഘടനയും എത്തില്ല. അവിടെ പഠിക്കുന്ന കുട്ടിയുടെ എണ്ണം പരിശോധിച്ചാൽ സമസ്തയോളം ഇവിടുത്തെ ഒരു മതസംഘടനയും എത്തില്ല. വിദ്യാഭ്യാസ രംഗത്ത് അതാത് കാലത്തെ നൂതനമായ സാഹചര്യങ്ങളും സാധ്യതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആവശ്യമായ വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരേ ഒരു സംഘടനാ സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്തയെ ചൂണ്ടിയിട്ട് ഇവർ വനിതാ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന് എവിടെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി ഒന്നുകൂടെ പറയാം, പുരോഗമന കാഴ്ചപ്പാടില്ല എന്നാണല്ലോ പലരും ആക്ഷേപിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. 10,000-ലധികം മദ്രസകളുണ്ട്. അത് കേരളത്തിലുണ്ട്, വിദേശ രാജ്യങ്ങളുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ, പല സ്ഥലങ്ങളിലുണ്ട്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. എന്നാൽ സ്വന്തമായി ഭൂമി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വാടക കെട്ടിടത്തിലോ മദ്രസ നടത്താൻ സൗകര്യമില്ലാത്ത, സാധ്യതയില്ലാത്ത, അതിന് അവസരം ലഭിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ ദീനി വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളെ കുട്ടികളുണ്ട്. ഈ സാധ്യത തിരിച്ചറിഞ്ഞപ്പോ കഴിഞ്ഞ 2 വർഷം മുമ്പ് സമസ്തയുടെ 100ാം വാർഷിക പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടൊരു പദ്ധതി ആരംഭിച്ചു.
ലോകത്തിന്റെ മുക്ക് മൂലകളിൽ എവിടെയാണെങ്കിലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള പാഠ്യപദ്ധതി അനുസരിച്ച് ദീനി വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ വേണ്ടി സമസ്ത ഇ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മദ്രസ സംവിധാനം ആരംഭിച്ചു. 2 വർഷമേ സമയമായിട്ടുള്ളൂ. ഈ ഓൺലൈൻ മദ്രസ ആരംഭിച്ചപ്പോ 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ആ ഓൺലൈൻ മദ്രസ ഇന്ന് ലോകത്ത് 28 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 28 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരാണ് 28 രാജ്യങ്ങൾ? അവിടെ ജോലിക്ക് പോയ മലയാളിയുടെ മകനെ പഠിക്കാനല്ല. മലയാളിയല്ലാത്ത, കേരളം കണ്ടിട്ടില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കലും ഇന്ത്യ പോലും സന്ദർശിച്ചിട്ടില്ലാത്ത ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള, ഗൾഫ് രാജ്യങ്ങളിലല്ല. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ ഓൺലൈൻ മദ്രസ ആരംഭിക്കേണ്ട കാര്യമില്ല. അവിടെ സാധാരണ മദ്രസ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സമസ്തയുടെ. ഗൾഫ് രാജ്യങ്ങളിലും അല്ല, പാശ്ചാത്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ലോകത്തിന്റെ വിവിധ തലങ്ങളിലുള്ള അത്തരം കേന്ദ്രങ്ങളിലുള്ള ഇസ്ലാമിക ബോധമുള്ള രക്ഷിതാക്കൾ ഞങ്ങൾക്ക് ദീൻ പഠിക്കാൻ ഏറ്റവും വിശ്വസ്തമായ ദീനീ പഠന സംവിധാനം ഏതെന്ന് അന്വേഷിച്ചവർ കണ്ടെത്തിയത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഇ ലേണിംഗ് സംവിധാനമാണ്. നിങ്ങൾക്ക് കോഴിക്കോട് സമസ്തയുടെ ആസ്ഥാനത്ത് വന്ന് നോക്കിയാൽ അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ സമസ്ത ഇ ലേണിംഗ് മദ്രസയുടെ സ്റ്റുഡിയോകൾ കാണാം. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസ സംവിധാനം. കാരണം അമേരിക്കയിൽ നേരം വെളുക്കുമ്പോഴാണ് മദ്രസ ക്ലാസ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഈ വൈകുന്നേര സമയത്താണ് ആ ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങുക. 28 രാജ്യങ്ങളിലുള്ള ആ നാട്ടുകാരായ വിദ്യാർത്ഥികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ ദീനീ വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ ആ നാട്ടുകാരായ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന അവരുടെ തദ്ദേശീയമായ ഭാഷയിൽ ഇ ലേണിംഗിന്റെ മദ്രസ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് 28 രാജ്യങ്ങളിൽ മദ്രസ സംവിധാനത്തിന്റെ ശൃംഖല ഇന്ന് വിജയകരമായിട്ട് നടപ്പായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുരോഗമന കാഴ്ചപ്പാടില്ല എന്ന് സമസ്തനെ കുറിച്ച് പറയാൻ കഴിയില്ല. അപ്പൊ അതത് കാലത്തിനനുസൃതമായിട്ട് വിദ്യാഭ്യാസം എങ്ങനെയാണ് നൽകേണ്ടത്? ആ വിദ്യാഭ്യാസം ദീനീ വിദ്യാഭ്യാസത്തോട് ചേർത്ത് വെക്കുന്ന ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് ഈ സമുദായത്തിന് അതനുസരിച്ചുള്ള വിദ്യാഭ്യാസ സംവിധാനം നൽകപ്പെടുന്ന പ്രധാനപ്പെട്ട സംവിധാനമാണ് വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പരിചയപ്പെടുത്തുന്നത്. ആദർശപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ, പൂർവകാല പണ്ഡിതന്മാർ എങ്ങനെയാണ് ഈ സമുദായത്തെ വഴി നടത്തേണ്ടത് എന്നത് അവർ നിർണയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിന്റെ, ഹദീസിന്റെ പ്രാമാണികമായ ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി വിശദീകരിച്ചു. അതാത് കാലത്തിനനുസൃതമായിട്ട് അത് കുട്ടികളെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും വേണ്ടി നമ്മുടെ മദ്രസകളും ദർസുകളും അറബി കോളേജുകളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്തിനു കൂടിയാണ്? കേവല വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി മാത്രമല്ല. അവർ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെച്ചുകൊണ്ട് ദീൻ പഠിക്കുമ്പോ ദീനിന്റെ യഥാർത്ഥ വിജ്ഞാനത്തിന്റെ സ്രോതസ്സിൽ നിന്ന് മാത്രമേ അവർ ദീൻ പഠിക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചില ആളുകൾ പറയും, എനിക്ക് അറബി ഭാഷ അറിയാം, എനിക്ക് അറബി വ്യാകരണം അറിയാം, ഇനി ഒരു ഉസ്താദിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ ഖുർആൻ ഓതും, ഞാൻ തന്നെ അതിന്റെ അർത്ഥം പറയും, എനിക്ക് തന്നെ അതിന്റെ വ്യാഖ്യാനം പറയാൻ അറിയാം, അതുകൊണ്ട് മറ്റൊരു ഉസ്താദിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ, മതത്തിന്റെ പ്രമാണങ്ങളെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കാം എന്ന് അവകാശപ്പെടുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകേണ്ട ദീനീ വിജ്ഞാനം, ആ വിജ്ഞാനത്തെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് തന്നെ ലഭിക്കണം. ആ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് ലഭിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകളാണെങ്കിലും ദർസുകളാണെങ്കിലും അറബി കോളേജുകളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും അവിടെയെല്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായിട്ടുള്ള വിദ്യാഭ്യാസമേ നൽകപ്പെടാവൂ. കാരണം എന്താണ്? ജനങ്ങൾ വിശ്വസിക്കുന്നതും തിരിച്ചറിയുന്നതും ഇത് സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് സമസ്ത വിഭാവന ചെയ്യുന്ന ആശയാദർശം അനുസരിച്ചുകൊണ്ട് എന്റെ മകനും മകൾക്കും അവിടെ വിദ്യാഭ്യാസം കിട്ടുമെന്നാണ് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത്. ആ വിശ്വാസത്തിലാണ് അവർ നമ്മളെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുന്നത്. ഇപ്പൊ സമസ്തക്ക് 10,000-ലധികം മദ്രസകളുണ്ട് എന്ന് പറഞ്ഞു. സമസ്തക്ക് വേണമെങ്കിൽ ആഴ്ചകളെ കൊണ്ട് ഈ 10,000-ലധികം മദ്രസയുടെ എണ്ണം 5,000-10,000 വേണമെങ്കിൽ വർദ്ധിപ്പിക്കാൻ പറ്റും. എന്താണ് വഴി?
സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ പ്രഖ്യാപനം നടത്തുക. സമസ്തയുടെ കീഴിലുള്ള മദ്രസകളിൽ എല്ലാ മതസംഘടനയിൽപ്പെട്ട എല്ലാ ആശയക്കാർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു ജനറൽ സിലബസ് ആണ് ഇനി അടുത്ത വർഷം മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ സുന്നിന്റെ മക്കളെയും ചേർക്കാം, മുജാഹിദിന്റെ മക്കളെയും ചേർക്കാം, ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ മക്കളെയും ചേർക്കാം. എല്ലാ ശരാശരി കനേഷുമാരി മുസ്ലിമിനും അവിടെ കൊണ്ടുവന്നിട്ട് കുട്ടികളെ ചേർക്കാം. കാരണം എന്താണ്? അവിടെ അടിസ്ഥാനപരമായിട്ട് ഖുർആനും ഫാത്തിഹയും ഓതാൻ പഠിപ്പിക്കും, നിസ്കാരം പഠിപ്പിക്കും, അത്യാവശ്യം പ്രാഥമികമായ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിപ്പിക്കും. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ എല്ലാ മതവിഭാഗത്തിനകത്തുള്ള മതസംഘടനകൾക്കിടയിലുള്ള വ്യത്യസ്തമായ ആശയക്കാർക്കൊക്കെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു പൊതു സിലബസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും? എന്തിനാണ് വെറുതെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ പരിസംഖ്യ പിരിക്കുന്ന കാര്യം? എന്തിനാണ് അതിന് വാടക കൊടുക്കേണ്ട കാര്യം? എന്തിനാണ് അതിന് കറണ്ട് ബില്ല് അടക്കേണ്ട കാര്യം? അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് സുന്നികളെ മദ്രസ ചേർക്കാം. കാരണം എന്താ? നമുക്കും കൂടി ഉൾക്കൊള്ളാൻ പറ്റാവുന്ന സിലബസ് ആണ്. വളരെ പെട്ടെന്ന് സമസ്തയുടെ മദ്രസയുടെ എണ്ണം കൂടും. സമസ്തക്ക് അങ്ങനെ മദ്രസന്റെ എണ്ണം കൂടേണ്ട കാര്യമില്ല. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ, അതിന്റെ ആഭിമുഖ്യത്തിലുള്ള മറ്റു വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അവിടെ ദീൻ പഠിപ്പിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായിരിക്കണം അവിടെ പഠിപ്പിക്കേണ്ടത് എന്ന കണിശമായ സമീപനമുണ്ട്. അതുകൊണ്ടാണ് അതനുസരിച്ചുള്ള സിലബസ് വേണമെന്ന് ഓരോ നാട്ടിലും മദ്രസ കെട്ടിപ്പൊക്കുമ്പോൾ ആ നാട്ടുകാർ തീരുമാനിക്കപ്പെടുന്നത്. മുമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, മദ്രസ തർക്കലിടുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട് പറയും, നിങ്ങൾ ഞങ്ങളെ സിലബസ് അവിടെ എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉസ്താദുമാരെ വിട്ടുതരാം, ശമ്പളം സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിങ്ങൾക്ക് കഴിയണ കൊടുത്താൽ മതി, ബാക്കി നമുക്ക് കൈകാര്യം ചെയ്യാം, പാഠപുസ്തകം ഫ്രീ ആയിട്ട് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദ്രസ തുടങ്ങിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ. എന്താ കാരണം? അങ്ങനെയൊന്നും സമസ്ത എവിടെയും മദ്രസ തുടങ്ങാറില്ല. ആ നാട്ടുകാർ തീരുമാനിക്കുകയാണ് നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ടത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതി അനുസരിച്ചാണ്. അപ്പൊ വിദ്യാഭ്യാസം നൽകപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും അനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കലല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പോഴേ യഥാർത്ഥ ദീൻ ആ കുട്ടികൾക്ക് ലഭ്യമാകൂ എന്നുള്ളത് നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാരുടെ കണിശമായ സമീപനമാണ്. അപ്പൊ ഈ സമീപനം വെച്ച് പുറത്തുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് CAC-യുമായിട്ടൊക്കെ വിഷയങ്ങൾ ഉണ്ടായപ്പോ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ വന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ കണിശമായ ചില സമീപനങ്ങൾ സ്വീകരിക്കാൻ കാരണം എന്താണ്? നിങ്ങളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളോ അയൽവാസികളോ കുടുംബങ്ങളോ ബന്ധപ്പെട്ട ആളുകളൊക്കെ വഫിയ കോഴ്സുകളിൽ മുമ്പ് കുട്ടികളെ ചേർത്തിട്ടുണ്ടാവും. വഫിയ കോഴ്സുകളുടെ CAC-യുടെ പരസ്യവാചകം വന്നിരുന്നു ആദ്യകാലത്ത്, തുടങ്ങുന്ന കാലത്ത്. ആ കോഴ്സ് പരിചയപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം വന്ന സമയത്ത് ആ പരസ്യത്തിന്റെ തലവാചകം എന്തായിരുന്നു? വഫിയ കോഴ്സുകളുടെ പരസ്യത്തിന്റെ തലവാചകം എന്തായിരുന്നു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗീകരിച്ച സിലബസ്. ഇങ്ങനായിരുന്നു പരസ്യവാചകം. ഈ പരസ്യവാചകം കാണുന്ന ഒരു രക്ഷിതാവ്, ഒരു ശരാശരി സുന്നി ആശയമനുസരിച്ച് ജീവിക്കുന്ന രക്ഷിതാവ്, ഒരു സമസ്തക്കാരനായ രക്ഷിതാവ് എന്ത് തിരിച്ചറിയും? എന്റെ മകളെ അവിടെ കൊണ്ടുപോയി ചേർത്താൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശം അനുസരിച്ച് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നേടി എന്റെ കുട്ടി തിരിച്ചു വരും. ഇതല്ലേ പ്രതീക്ഷിക്കുക? ഇതനുസരിച്ച് സ്ഥാപനങ്ങൾ തുടങ്ങി, സമുദായം സഹായിച്ചു, പണം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, ഭൂമി കൊടുത്തു, കെട്ടിടം നിർമ്മിച്ചു കൊടുത്തു, എല്ലാ പിന്തുണയും നൽകി. അങ്ങനെ ആ സംവിധാനം വളർന്നു പന്തലിച്ചു. പല ആളുകളും ഇപ്പോഴും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സമസ്തക്കാർ അസൂയ കൊണ്ടാണ് ആ സംവിധാനത്തെ എതിർക്കുന്നതാണ്. സമസ്തക്ക് അസൂയയുടെ ആവശ്യമില്ലെന്ന് മാത്രമല്ല, സമസ്ത അതിനെ പിന്തുണക്കാനും പ്രോത്സാഹിപ്പിക്കാനും മുന്നിട്ടിറങ്ങിയ സംവിധാനമാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഇത് സമസ്തയുടെ മുഷാവർ അംഗീകരിച്ച സിലബസ് ആണെന്ന് വിശ്വസിച്ച് രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്ന് ചേർത്ത് സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി, കുട്ടികളുടെ എണ്ണം കൂടി, സ്ഥാപനം വളർന്നു വലുതായി, സമുദായത്തിൽ ഉദാര മനസ്കർ പണവും സമ്പാദ്യവും നൽകി കെട്ടിപ്പൊക്കി വലിയ വിദ്യാഭ്യാസ സംരംഭമായപ്പോ അതുമായി ബന്ധപ്പെട്ട് അതിന് കാർമ്മികത്വം വഹിച്ചിരുന്ന ഒറ്റപ്പെട്ട ചില ആളുകൾ വളരെ തന്ത്രപരമായിട്ട് തീരുമാനമെടുത്തു. സംഗതി ഇത് സമസ്തയുടെ തണലിൽ വളർന്നതാണെങ്കിലും സമസ്തക്ക് ഒരു നിയന്ത്രണവുമില്ലാത്ത വിധം ഇതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്ത് ഇത് നമ്മുടെ ഒരേകാധിപത്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ ഗൂഢാലോചന നടത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരർത്ഥത്തിലും ഒരു ഉപദേശം പോലും നൽകാനുള്ള പഴുതില്ലാത്ത വിധം
CICയുടെ ഭരണഘടന ഭേദഗതി ചെയ്തു. ഇത് ശരിയാണോ? ഇത് ന്യായീകരിക്കുന്ന ആളുകൾ തിരിച്ചറിയണം, ഇത് ശരിയാണോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ വളർന്നു പന്തലിച്ച ഒരു സംവിധാനത്തെ പെട്ടെന്നൊരു ദിവസം അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ വളരെ സ്വകാര്യമായി ഒരു യോഗത്തിലും ചർച്ച ചെയ്തിട്ടല്ല, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്ത്രപരമായി കുതന്ത്രങ്ങളിലൂടെ സമസ്തക്ക് ഇടപെടാൻ ഒരു റോളുമില്ലാത്ത വിധം അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു. ഇതിനെ വഞ്ചന എന്നല്ല മലയാളത്തിൽ പറയാ, സമസ്തയുടെ ആദരണീയരായ നേതാക്കൾ കബളിപ്പിച്ചു എന്നല്ല പറയാ. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു റോഡിൽ, ആ റോഡിലൂടെ എങ്ങനെ സ്ഥിരമായി വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു റോഡാണെങ്കിൽ യാദൃശ്ചികമായി ആ റോഡിൽ ഒരു അപകടം സംഭവിച്ച് 1-2 മരണപ്പെട്ടു കഴിഞ്ഞാൽ അന്ന് മുതൽ അവിടെ പുതിയൊരു ഹമ്പ് വരും. എന്താ കാരണം? അവിടെ വാഹനങ്ങൾ വല്ലാതെ അനിയന്ത്രിതമായ വേഗതയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപകടങ്ങൾ വരുന്നുണ്ട്, ഒരു അപകടത്തിൽ 2 പേർ മരണപ്പെട്ടു, അതുകൊണ്ട് അവിടെ ഒരു ഹമ്പ് സ്ഥാപിക്കണം. അതുവരെ ഹമ്പുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഈ സംഭവം നടന്നതിന് ശേഷം അവിടെ ഹമ്പുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? എല്ലാ വാഹനങ്ങളും ഒന്നിങ്ങനെ അവിടെ ഒന്ന് സ്ലോ ആക്കിയിട്ടാണ് ആ ഹമ്പ് ചാടിക്കിടന്ന് പോവുക. ഈ ഭരണഘടന ഭേദഗതി വന്ന സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെറിയൊരു ഹമ്പിട്ടു. ചെറിയൊരു ഹമ്പിട്ടതിന് ശേഷം ഉസ്താദ്മാർ മെല്ലെ മെല്ലെ ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. ഇതിന്റെ ഭരണഘടന പരിശോധിക്കണം, പാഠപുസ്തകങ്ങൾ പരിശോധിക്കണം, അവിടുത്തെ സിലബസ് പരിശോധിക്കണം, ആരൊക്കെയാണ് അവിടുത്തെ ഉസ്താദുമാരെന്ന് പരിശോധിക്കണം. ഒരു അപകടം ഉണ്ടാകുമ്പോഴാണല്ലോ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് അന്വേഷണം പോവുക. അങ്ങനെ അന്വേഷണങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ മാധ്യമ പത്രത്തിലൊരു വാർത്ത ആലുവയിൽ നിന്ന്, എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്നുള്ള വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നുണ്ട്, ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ ഷെയ്ഖ് യൂസുഫ് അസ്ഹരി ചുമതലയേറ്റു. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ സ്ഥാപനത്തിൽ ഷെയ്ഖ് യൂസുഫ് അസ്ഹരി ചുമതലയേറ്റു, അവിടുത്തെ ശരീഅത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ട് ചുമതലയേറ്റു എന്നൊരു വാർത്ത. ആ വാർത്തയുടെ അവസാന വാചകത്തിലുണ്ട്, ഇദ്ദേഹം കാളികാവ് വാഫി PG ക്യാമ്പസിൽ ഇത്രകാലം അധ്യാപകനായിരുന്നു. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ ശരീഅത്ത് വിഭാഗം തലവനായി ചുമതലയേൽക്കുന്ന ആള് അത്രയും കാലം പഠിപ്പിച്ചിരുന്ന സ്ഥാപനം ഇവിടെയായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കാർ അടക്കം അവിടെ ക്ലാസ് എടുത്തിരുന്നു എന്ന ആ സത്യം പുറത്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലേക്ക് കടന്ന ഉസ്താദുമാർ നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ ഇത് സംബന്ധമായ ഒരു തീരുമാനമെടുക്കുന്ന സ്വഭാവത്തിലേക്ക് എത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിതന്മാർ, പാണക്കാട് സാദാത്യങ്ങൾ, അതേപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, ഇവരെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ വിഷയത്തെ രമ്യമായി പരിഹരിക്കാൻ ശ്രമം നടത്തി. ആ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുടെ ആശയപ്രചാരണങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഒക്കെ കുറച്ച് അപകടകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും സമസ്തക്ക് ഇവിടെ റോളില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക ചെയ്യുന്ന അപകടകരമായ, ഒരിക്കലും അച്ചടക്കമില്ലാത്ത ഒരു സ്വഭാവത്തിലേക്ക് പോയപ്പോ സമസ്തയുടെ മുഷാവർ ഒരു പ്രസ്താവന ഇറക്കി. ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതോ കാർമ്മികത്വം കൊടുക്കുന്നതോ ആയിട്ടുള്ള ഈ സംവിധാനമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമില്ല. എന്നാൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംവിധാനവുമായിട്ട് സമസ്ത സഹകരിച്ചു പോകും. ഒരു സൂചന കൊടുത്തതാണ്. സ്ഥാപനം നടത്തുന്നവർക്ക്, സ്ഥാപനത്തിൽ കുട്ടികളെ ചേർക്കുന്നവർക്ക്, അതിനെ സഹായിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂചന കൊടുത്തതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1.5 വർഷം മുമ്പ് ഒരു സൂചന കൊടുത്തു. ആ സൂചന കൊടുത്തതിന്റെ ഫലം എന്താണ് എന്ന് 1 മാസം മുമ്പ് എറണാകുളത്ത് നടന്ന CICയുടെ അവരുടെ ഒരു വാർഷിക പരിപാടിയിൽ വെച്ചുകൊണ്ട് അതിന്റെ ഉത്തരവാദപ്പെട്ട ആൾ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞു, 150-ലധികം സ്ഥാപനങ്ങൾ CICയുടെ കീഴിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 54 സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത്. ആ സൂചനന്റെ വില മനസ്സിലായല്ലോ. പല ആളുകളും പറയുന്നത് സമസ്തൻ പ്രഖ്യാപിച്ചു എന്ന് വിചാരിച്ചിട്ട് ജനങ്ങളൊക്കെ അതൊന്നും സ്വീകരിക്കാൻ നിൽക്കില്ല. മഹല്ലൊന്നും അങ്ങനെയല്ല, മദ്രസൊന്നും അങ്ങനെയല്ല, നാട്ടുകാരൊന്നും അങ്ങനെയല്ല. സമസ്ത പറയുമ്പോഴേക്കൊന്നും മഹല്ല സ്വീകരിക്കൂല, മഹല്ലൊക്കെ വേറെ മൂഡിലാണ് എന്നൊക്കെയാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വേറെ മൂഡിലുള്ള മഹല്ലും ഉമറാക്കളും പൗരപ്രമുഖരും സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് 150-ൽ നിന്ന് 54-ലേക്ക് കൊണ്ടുവന്നത്. സമസ്ത അതിനെതിരെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, ഒരു സൂചന കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള 54-ന്റെ അവസ്ഥ എന്താണ്?
ബാക്കിയുള്ള 54ന്റെ അവസ്ഥ എന്താണ്? സമസ്ത അന്തിമമായ തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്ത പശ്ചാത്തലം ഞാൻ പറയാം. ബാക്കിയുള്ള 54ന്റെ അവസ്ഥ എന്താണ്? ആ 54ൽ പല സ്ഥാപനങ്ങളും 2-3 വർഷമായിട്ട് അവിടെ പുതിയ അഡ്മിഷൻ നിർത്തിവെച്ചിരിക്കുന്നു. നിലവിലുള്ള ബാച്ച് അങ്ങനെ പൂർത്തിയായിക്കോട്ടെ എന്ന് കാത്തിരിക്കുന്നവരാണ്. ബാക്കിയുള്ള ആളുകൾ നിലവിലുള്ള ബാച്ച് അങ്ങോട്ട് പൂർത്തിയാവട്ടെ, എന്നിട്ട് ഈ പദ്ധതി അവസാനിപ്പിക്കണം, മറ്റേതെങ്കിലും വഴിയിലേക്ക് തിരിയണം. ചില ആളുകളൊക്കെ അവിടുത്തെ സിലബസ് അടക്കം മാറ്റിയിട്ട് മറ്റു സംവിധാനത്തിലേക്ക് മാറി. ചില സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളൊക്കെ ഒഴിഞ്ഞുപോയി. അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായി. എങ്കിലും ഈ പ്രശ്നം ഒന്ന് രമ്യമായി പരിഹരിച്ച് ഈ സ്ഥാപനങ്ങളൊക്കെ സമസ്തയുടെയും നമ്മുടെ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഒക്കെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെ പോലെ മുന്നോട്ട് വരാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു. അവസാനം നമ്മുടെ നേതാക്കൾ എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ഒരു 9 ഫോർമുല തയ്യാറാക്കി. ആരാ ഫോർമുല തയ്യാറാക്കുന്നത്? സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ, കൊയ്യോട് ഉമർ മുസ്ലിയാർ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുന്ന സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും പാണക്കാട് താങ്ങന്മാരൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുല തയ്യാറാക്കി. ഇതിനേക്കാൾ വലിയൊരു മധ്യസ്ഥർ ഇനി കേരളത്തിൽ കിട്ടാനുണ്ടോ? അവർ കൂടിയിരുന്ന് തീരുമാനിച്ചു. അവരിതിന്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി 9 ഫോർമുല തയ്യാറാക്കി. ഈ ഫോർമുല സമസ്ത മുഷാവർ അംഗീകരിച്ചോളണം, CACയുടെ സെനറ്റും അംഗീകരിച്ചോളണം. ഈ 2 ബോഡിയും ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിച്ചു. നല്ല രീതിയിൽ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാം. സമസ്തയുടെ മുഷാവറയിൽ ഈ ഫോർമുല അവതരിപ്പിച്ചു. മുഷാവർ അങ്ങൾ പറഞ്ഞു, ഇത് ഇന്ന ആളുകളൊക്കെ കൂടിയെടുത്ത തീരുമാനമായതുകൊണ്ട് ഇനി അതിൽ പ്രത്യേകിച്ച് ചർച്ചയുടെ പോലും ആവശ്യമില്ല, നമ്മളത് ഐക്യകണ്ഠേന അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. സെക്കൻഡുകൾ കൊണ്ട് സമസ്ത മുഷാവർ അത് അംഗീകരിച്ചു. CACയുടെ യോഗം ചേർന്നു. അവരും ഈ ഫോർമുല അംഗീകരിച്ചു എന്ന് പത്രവാർത്ത കൊടുത്തു. അതിന്റെ കോപ്പി മിനിറ്റ്സിന്റെ രേഖ മൂലം സമസ്ത മുഷാവറക്ക് കൈമാറണമെന്ന് മധ്യസ്ഥന്മാർ നിർദ്ദേശിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മധ്യസ്ഥന്മാരുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് CAC അംഗീകരിച്ച രേഖ എന്ന വ്യാജേന ഒരു കത്ത് സമസ്ത മുഷാവറക്ക് ലഭിച്ചു. ആ കത്തിൽ മധ്യസ്ഥന്മാർ ഒരു പ്രശ്നപരിഹാര ഫോർമുല എഴുതിണ്ടാക്കി കഴിഞ്ഞാൽ ഈ മധ്യസ്ഥരെ അംഗീകരിക്കുന്നവരാണല്ലോ ആ ചർച്ചയിൽ പങ്കാളികളാവുക. പക്ഷേ CAC അംഗീകരിച്ചു എന്ന് പറഞ്ഞ് സമസ്തക്ക് അയച്ചു കൊടുത്ത രേഖയിൽ 9 പ്രശ്നപരിഹാര ഫോർമുലയിൽ 2 വെട്ടി, 7 ബാക്കിയുണ്ട്. ഈ 7 ഫോർമുലയും നേരെ തലതിരിച്ചെഴുതിയിട്ടാണ് സമസ്ത മുഷാവറക്ക് അയച്ചു കൊടുത്തത്. ഇവർ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? ആരാണ് പ്രശ്നം പരിഹരിക്കാൻ തടസ്സം? ആരാണ് പ്രശ്നത്തിൽ ഈ വിഷയത്തിൽ സംശയമുള്ള ആർക്കും സമസ്ത മുഷാവറയുടെ അംഗീകരിച്ചതിന്റെ ആ 9 ഇനത്തിന്റെ കോപ്പി, മധ്യസ്ഥന്മാർ തയ്യാറാക്കിയതിന്റെ കോപ്പി, ഇതിനെ ലംഘിച്ചുകൊണ്ട് ഇതിന് വിരുദ്ധമായി 7 ഫോർമുല എഴുതിക്കൊണ്ട് ഇവർ സമസ്തക്ക് കൊടുത്ത കോപ്പി നിങ്ങൾക്ക് നാളെ രാവിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആസ്ഥാനത്ത് ചെന്ന് മാനേജറുടെ സമ്മതം ചോദിച്ചാൽ അദ്ദേഹം നിങ്ങൾക്കത് കാണിച്ചു തരും. ആരാണ് ഇവിടെ വഞ്ചന നടത്തിയത്? ആരാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സം? ആരാണ് ഈ പ്രശ്നം ഇത്ര സങ്കീർണമാക്കി കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതൊരു രഹസ്യരേഖയൊന്നുമല്ല. എന്നിട്ട് നമ്മുടെ ഉസ്താദുമാർ എന്ത് ചെയ്തു? ക്ഷമിച്ചു, സഹിച്ചു. നമുക്ക് ഈ വിഷയം എങ്ങനെയെങ്കിലും പരിഹരിക്കണം. ശരിക്കും ഇതിൽ കബളിപ്പിച്ചു ഉസ്താദുമാരെ, സമസ്ത മുഷാവറയെ കബളിപ്പിച്ചു, മധ്യസ്ഥന്മാരെ കബളിപ്പിച്ചു. എന്നിട്ട് ഉസ്താദുമാര് പറഞ്ഞു, അങ്ങനെയൊക്കെ അവർ ചെയ്തെങ്കിലും ഒക്കെ നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ സ്ഥാപനങ്ങളാണ്, നമ്മുടെ ബന്ധപ്പെട്ട ആളുകളാണ്, നമുക്ക് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒത്തുതീരണം. വീണ്ടും ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നേതാക്കൾ ചർച്ചയ്ക്കിരുന്നു. ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് അതിന്റെ ചർച്ച നിശ്ചയിച്ചു കോഴിക്കോട്ട്. 4 മണിക്ക് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കളെല്ലാം ആ ചർച്ചയുടെ നടക്കുന്ന ഹോട്ടലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്കാണ് ചർച്ച. ആ ചർച്ചയ്ക്ക് മുമ്പ് 2:30 മണിയാകുമ്പോഴേക്ക് CACയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകളിലൂടെ നേരത്തെ പുറത്താക്കപ്പെട്ടയാളെ ജനറൽ സെക്രട്ടറി ആക്കിക്കൊണ്ട് ഏകപക്ഷീയമായി കമ്മിറ്റി പ്രഖ്യാപിച്ചു. ആരാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സം?
സമസ്തയാണോ ഇതിനെ തകർക്കാൻ വരുന്നത്? സമസ്തയാണോ ഈ പ്രശ്നം സങ്കീർണമാക്കുന്നത്? സമസ്തയുടെ ഉസ്താദുമാരുടെ അസൂയാണോ ഈ കാണുന്നത്? അപ്പൊ എന്താണ് യാഥാർത്ഥ്യം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംവിധാനത്തെ, അതിന്റെ ബഹുമാന്യരായ മുഷാവറങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന അച്ചടക്കരാഹിത്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, ഹന്തതയുടെ പ്രതീകമായിട്ടാണ് ഇവർ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നത്. അപ്പൊ പിന്നെ സമസ്ത മുഷാവറ യോഗം ചേർന്നതിന് ശേഷം വിശദമായ ചർച്ചകൾക്ക് ശേഷം ഐക്യകണ്ഠേന തീരുമാനിച്ചു, ഇനി ഈ വഫിയ സംവിധാനം, ഈ CAC-യുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമില്ല. അത് സമസ്ത ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചു എന്ന് ആരെങ്കിലും വേദി പ്രസംഗിച്ചതൊന്നുമല്ല. സമസ്ത മുഷാവറ ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു, രേഖാമൂലം മാധ്യമങ്ങൾക്ക് നൽകി. അത് സംബന്ധമായിട്ട് മുഴുവൻ കാര്യങ്ങളും ഔദ്യോഗികമായിട്ട് വിശദീകരിച്ചു, ഈ സമൂഹത്തെ അറിയിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഗൂഢാലോചന എന്താണ്? ഈ CAC-യുമായി ബന്ധപ്പെട്ട, സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണെന്ന് നാട്ടുകാർ അറിയാതിരിക്കാൻ നമ്മൾ ആരെങ്കിലും അത് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ആ വിശദീകരണത്തിന് പിന്നിൽ ഇതല്ല യാഥാർത്ഥ്യം, ഇതിന്റെ പിന്നിൽ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണിത്. അവർ CAC എന്ന് പറയുന്ന വിഷയത്തെ ഇതിനൊരു കാരണമാക്കുന്നു എന്ന കള്ളക്കഥ മെനഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല. അവരല്ലേ ഈ ഫോർമുല ഉണ്ടാക്കിയത്? അവർ കൂടിയിരുന്നിട്ടല്ലേ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ നടത്തിയത്? അവർ കൂടിയിരുന്നിട്ടല്ലേ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത്? ഒരു പ്രശ്നവുമില്ല. പിന്നെ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് നിവേദനം കൊടുത്തു, അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ ഇവരും CPM തമ്മിൽ വലിയ ബന്ധമാണ്. നമുക്കൊരു നിവേദനം കൊടുക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ അടുത്ത് പോകാൻ പറ്റുമോ? നമ്മളെ നിവേദനം ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ അടുത്തല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായിട്ടുള്ള പുതിയ കെട്ടുകഥകൾ ഉണ്ടാക്കി ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. അതിനുവേണ്ടി വ്യാപകമായ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആദരണീയരായ ഉസ്താദുമാരെയും സാദാത്തുക്കളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ മോശമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ, അതിന്റെ നേതാക്കന്മാരെ ഇകഴ്ത്തി കാണിക്കാനും വൃത്തികെട്ട ഭാഷയിൽ തെറിയഭിഷേകം നടത്തിയിട്ട് പ്രചരിപ്പിക്കാനും ഒക്കെ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചു വളർന്നിട്ടുള്ള മുതിർന്ന വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം. പിന്നെ നിരന്തരം ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനാൻ ഇഷ്ടപ്പെടുന്ന, അവനവൻ സ്നേഹിക്കുന്ന, അവനവൻ ആദരിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാരെ, സാദാത്തുക്കളെ ഇങ്ങനെ തെറി പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കയ്യും കൊട്ടി നോക്കി നിൽക്കുന്ന ഗാന്ധിയന്മാരൊന്നും അല്ല സമസ്തയുടെ പ്രവർത്തകരും SKSFന്റെ പ്രവർത്തകന്മാരും. അവരും പ്രതികരണശേഷിയുള്ള ആളുകളാണ്. അവരങ്ങനെ ഷണ്ടന്മാരൊന്നുമല്ല. അവരും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അതിനെന്താണ് വേണ്ടത്? ഇത്തരം ആളുകളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അധിക്ഷേപിക്കാനും ബല കുറച്ച് കാണിക്കാനും അതിന്റെ നേതൃത്വത്തെ ഇകഴ്ത്തി കാണിക്കാനും ഒക്കെ ഒരു അജണ്ടയായി ഏറ്റെടുത്ത് ഇത്തരം ആളുകളെ കയറൂരി വിടുന്ന ആളുകളുണ്ട്. ആ ആളുകൾ ആരാണെന്നൊക്കെ നമുക്കറിയാം. ഈ കയറൂരി വിടുന്ന ആളുകൾ ചിന്തിക്കണം, ഇതിന്റെ എല്ലാം നഷ്ടം ഈ കയറൂരി വിടുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. അതെല്ലാവരും തിരിച്ചറിയുന്ന നല്ലതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഉത്തരവാദിത്വ നിർവഹണം മാത്രമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരൻ ക്ലാസ് എടുക്കുന്ന കോളേജ് സമസ്തക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റുമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേവിലാസത്തിൽ വളർന്നു പന്തലിച്ചൊരു സംവിധാനത്തിന് ഇനി ഭരണഘടനാപരമായിട്ട് സമസ്തക്ക് അതിൽ ഒരു റോളുമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ഭരണഘടന ഭേദം ചെയ്യുമ്പോൾ ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറ്റുമോ സമസ്തക്ക്? സംഘടനാപരമായി ഒരു സംഘടന നിർവഹിക്കപ്പെടേണ്ട നടപടിക്രമങ്ങൾ മാത്രമേ സമസ്ത നിർവഹിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കെട്ടുകഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് ഈ സംഘടനയെ നശിപ്പിക്കാനും ഈ സംഘടനയുടെ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളെ അതിന് വിലക്ക് വീഴ്ത്താനൊക്കെ ആര് ശ്രമിച്ചാലും അതൊന്നും നടത്തുന്ന വെള്ളരിക്ക പട്ടണമല്ല കേരളം. ഇവിടെ സംഘടന സജീവമാണ്. ആർജവമുള്ള ചുണക്കുട്ടികളുള്ള സംഘടനാ സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിന്റെ പോഷക സംഘടനകൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 മാസക്കാലമായി നമ്മുടെ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനങ്ങൾ മുടക്കാൻ, പെർമിഷൻ മുടക്കാൻ, ഗ്രൗണ്ട് നിഷേധിക്കാൻ, സ്റ്റേഡിയം മുടക്കാൻ,
പല രീതിയിലുള്ള ശ്രമങ്ങളും പലരും നടത്തി. പക്ഷേ എല്ലാ സമ്മേളനങ്ങളും നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത്, നിശ്ചയിക്കപ്പെട്ട വേദിയിൽ, നിശ്ചയിക്കപ്പെട്ട പ്രഭാഷകർ അന്തസ്സോടുകൂടി നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 28-ാം തീയതി ക്യാമ്പയിൻ സമാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ, അതിന്റെ പ്രഖ്യാപനങ്ങൾ, അതിന്റെ ആഹ്വാനങ്ങൾ, അതനുസരിച്ച് നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ, നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ, നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളെല്ലാ സംവിധാനങ്ങളും അതനുസരിച്ച് മുന്നോട്ട് പോകണം. അല്ലാതെ ഇവിടെ സുന്നി മുജാഹിദും ജമാഅത്തൊന്നും പറഞ്ഞെടുക്കേണ്ട കാലമല്ല ഇത്. ഇനി എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സങ്കര സംസ്കാരത്തെ രൂപപ്പെടുത്താൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സങ്കര സംസ്കാരം രൂപപ്പെടുക എന്നുള്ളത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം അവർക്ക് ഇന്നുവരെ മുഖ്യധാരയിൽ കടന്നു വരാൻ പറ്റിയിട്ടില്ല. മുജാഹിദുകാരൻ ആഗ്രഹിക്കുന്നതാണ് സങ്കര സംസ്കാരം ഉണ്ടാവുക. കാരണം എന്താണ്? അവർക്ക് ഇന്നുവരെ മുഖ്യധാരയിലേക്ക് കയറി വരാൻ അവസരം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ സങ്കര സംസ്കാരം ഉണ്ടായാൽ എന്താ സംഭവിക്കുക? മഹല്ലിന്റെ ജനബോഡി നടക്കുകയാണ്. അപ്പൊ അവിടെ ഒരാൾ പറയാണ്, നമ്മുടെ മഹല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മളാളുകളാണ്, നമ്മളെ സുന്നികളാണ്. ഇനിയിപ്പോ ആ മാഷെ കൂടി കമ്മിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെറിയൊരു മുജാഹിദ് ആശയമൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല എഴുതാനും കാര്യങ്ങൾ സംസാരിക്കാനും അവതരിപ്പിക്കാനും ഇടപെടാനൊക്കെ പറ്റുന്ന നല്ല സ്വഭാവക്കാരനാണ്. കമ്മിറ്റിയിൽ ഒരാൾ കയറി വന്നു, അദ്ദേഹം ഒരു മുജാഹിദുകാരനാണ് എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും നമ്മുടെ മഹലിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു കമ്മിറ്റി മെമ്പർ ആയിക്കോട്ടെ. എന്താണ്? സങ്കര സംസ്കാരത്തിന്റെ അജണ്ടയാണ്. അദ്ദേഹം കമ്മിറ്റിയിൽ വരും. കഴിഞ്ഞ വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. റബീഉൽ അവ്വൽ മാസത്തിന്റെ മുന്നൊരുക്കത്തോടു കൂടി എല്ലായിടത്തും നബിദിന ഘോഷയാത്രക്കും നബിദിനാഘോഷങ്ങൾക്കൊക്കെ ഒരുക്കം നടന്നപ്പോ പത്രത്തിലൊരു വാർത്ത, ഒരു സ്ഥലത്ത് പലയിടങ്ങളിലും എന്താണ്, വയനാട് ഉരുൾ ദുരന്തം ഉണ്ടായി, 400 ചില്ലാൻ ആളുകൾ മരിച്ചു, പല ആളുകളുടെയും മയ്യത്തുകൾ ഇനിയും കിട്ടാനാണ്. കേരളത്തെ ഞെട്ടിച്ച വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നാലിന്ന മഹല്ലിൽ നബിദിന ഘോഷയാത്ര മാറ്റിവെച്ചിരിക്കുന്നു. നബിദിന ഘോഷയാത്ര വേണ്ട. കാരണം 400 ചില്ലാൻ ആളുകൾ മരണപ്പെട്ട വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് നമ്മളിങ്ങനെ കൊടിയും പിടിച്ചിട്ട് ഘോഷയാത്ര നടത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ രീതിയല്ലല്ലോ. അങ്ങനെ പറഞ്ഞത് ഘോഷയാത്ര മാറ്റിവെച്ചിരിക്കുന്നു. അപ്പൊ ഓരോരുത്തർ പറയാണ്, ഇത്രയും ആളുകൾ മരണപ്പെട്ട വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് നമ്മളിവിടെ ഇങ്ങനെ നാട് റോഡിലൂടെ മൈക്കും പിടിച്ചിട്ട് ഇങ്ങനെ മൗലൂദ് ഊതി നടക്കുകയാണോ? മൗലീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ അതൊരു പുണ്യകർമ്മമാണ്, ഒരു ഇബാദത്താണ് എന്ന യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇതേതോ ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞു വന്നിട്ടുള്ള ഘോഷയാത്ര പോലെയാണ് ഇവർ ഈ ഘോഷയാത്രയെ കാണുന്നത്. എന്നാൽ ദുരന്തം നടന്ന വയനാട് ജില്ലയിലോ ആ ചൂരൽമല, മുണ്ടക്കൈ പോലെയുള്ള പ്രദേശങ്ങളുടെ പരിസര പ്രദേശത്തുള്ള മദ്രസയിൽ നബിദിനാഘോഷം നിർത്തിവെച്ചോ? നിർത്തിവെച്ചില്ല എന്ന് മാത്രമല്ല, അവര് മൗലൂദ് ഓതുമ്പോൾ 2 ദിവസം ഏറെ ഓതും. ആ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, പുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷത്തിൽ ഘോഷയാത്ര വേണ്ട. തൊട്ടടുത്ത കൊല്ലം പറയും, എന്തിനാണ് ഇപ്പൊ ആർക്കാ ഇപ്പൊ ബിരിയാണി വയ്ക്കാൻ ആഗ്രഹം? ആർക്കാണ് ഇപ്പൊ നെയ്ച്ചോറ് വയ്ക്കാൻ ആഗ്രഹം? എല്ലാ വീട്ടിലും ബിരിയാണി നെയ്ച്ചോറും അല്ലേ? എന്തിനാണ് ഭക്ഷണം കൊടുക്കേണ്ട കാര്യം? തൽക്കാലം ഒരു പായസം കൊടുത്താൽ പോരെ? അതിന് പറ്റുന്ന ഒരാളപ്പ് കിട്ടിയിട്ടുണ്ട്. നബിദിനാഘോഷത്തിന് എന്തെന്നിന്റെ ആവശ്യമൊന്നുമില്ല. മിഠായി കൊടുത്താൽ മതി, നാരങ്ങ വെള്ളം കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്ന ആളെ കിട്ടിയിട്ടുണ്ട്. അത് താടിയും തലയും കെട്ടിയും വെച്ചൊക്കെ പറയുമ്പോൾ കുറെ ആൾ വിശ്വസിക്കുന്നൊക്കെയാണ് കുറെ മന്ദബുദ്ധികൾ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഈ സങ്കര സംസ്കാരത്തെ ഘട്ടം ഘട്ടമായി കൊണ്ടുവന്ന് ബിദഈ പ്രസ്ഥാനങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് കയറി വരാൻ പാലം പണിയുന്നൊരു പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ ജാഗ്രത പാലിക്കണം. അതിനെതിരെ ജാഗ്രത പാലിക്കണം. അതിനെതിരെ ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന മഹല്ല് സംവിധാനത്തിൽ നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമാകാത്ത അവസ്ഥ വരും. ഇതൊരു സംഘടനാ പ്രശ്നമല്ല, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇത് സംഘടനാ പ്രശ്നമല്ല, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മഹല്ല് ഭാരവാഹികൾ ജാഗ്രത പാലിക്കണം, മദ്രസ ഭാരവാഹികൾ ജാഗ്രത പാലിക്കണം, നാട്ടിലെ സംഘടനാ പ്രവർത്തകർ ജാഗ്രത പാലിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ദീനീ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഈ ആദർശ സമ്മേളനങ്ങളിലെ പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. 100ാം വാർഷിക ആഘോഷം
നടത്തുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിവിധങ്ങളായിട്ടുള്ള കർമ്മ പദ്ധതികളിൽ നിങ്ങളുടെ മഹല്ലുകളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, നാട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് അത് ഏറ്റെടുക്കാനും വിജയിപ്പിക്കാനും ആത്മാർത്ഥമായി രംഗത്ത് വരണം. അള്ളാഹു നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഇവിടുത്തെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ വേദിക്ക്